എൻ്റെ പേര് ജാനകി. ഞാൻ കണ്ണപുരം ചുണ്ടക്കാന്ന് താമസം. പിന്നെ ഞാൻ ഒരു ക്ഷീര കർഷകയാണ്. ഇവിടെ നീന്തൽ ചുണ്ടക്കുള്ള കുളത്തിലായിരുന്നു 11 വർഷം നീന്തൽ പഠിപ്പിച്ചത്. ഇപ്പം ഇവിടെ മുട്ടമ്മൽ ഉള്ള സ്ഥലത്ത് കുറുന്തോട്ടി കുളത്തിലാണ് ഇപ്പം പഠിപ്പിക്കുന്നത്. ഇപ്പം വെള്ളത്തിലിറങ്ങാൻ ആരും ഇറങ്ങാത്തവരല്ല ഇന്ന്. വെള്ളത്തിൽ നീന്തൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. നാട്ടിലുള്ള കുട്ടികളെല്ലാം പഠിച്ചു, പുറത്തുനിന്നും വരാൻ തുടങ്ങി. ഓരോ സ്ഥലത്തു നിന്നായിട്ട് നീന്തൽ പഠിക്കാൻ വന്നു. 1200 മേലെയായി. ഇപ്പോഴത്തേത് കൂട്ടിയില്ല, ഇപ്പോഴത്തേത് വേറെ ഉണ്ട് അത്ര. അങ്ങനെ പിന്നെ അത് സ്ഥിരമായിട്ട് കൊണ്ടു നടന്നു നീന്തൽ എല്ലാവരും പഠിക്കട്ടെ എന്നുള്ളത്. പിന്നെ മുങ്ങി മരണമാണല്ലോ ഇപ്പോൾ ഏടി കേൾക്കുന്നത്. അപ്പോൾ അത് കുറേയെല്ലാം കുറക്കാൻ നമ്മളെ കൊണ്ട് കഴിയല്ലോ പഠിപ്പിച്ചാൽ. അപ്പോൾ അതിൽ ശ്രദ്ധ കൊടുത്തു, എല്ലാവരും പഠിക്കട്ടെ എന്ന് വിചാരിച്ചു, സ്ത്രീകളും കുട്ടികളും. ഇപ്പോൾ ഇവിടെ 11 മണിക്ക് മുതൽ 1 മണി വരെ, 1:30 വരെ സ്ത്രീകളാണ്. പിന്നെ ശനി ഞായറും കുട്ടികൾ. 2 നേരം ഇറങ്ങേണ്ട 65 വയസ്സായി. അപ്പോൾ 2 നേരം ഇറങ്ങേണ്ട കപ്പാസിറ്റി ഇല്ല ഇനി. 57 വയസ്സുള്ളവരിപ്പം പഠിച്ചിട്ട് പോകാൻ പോകുന്നുണ്ട്. അവരെല്ലാം മേലെ നിന്ന് ചാടും വരെ ചെയ്യും. പിള്ളേർ ചാടും പോലെ ചാടും ചെയ്യും. ഇവിടെ 4-5 വയസ്സ് മുതൽ തുടങ്ങും. വയസ്സ് അത്രയും നിങ്ങൾക്ക് അവർക്ക് കഴിവുണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞില്ല 57 വയസ്സ്. ഞാൻ ആഴ്ചയുണ്ട് ആടുന്ന് 60 വയസ്സിൽ ഞാൻ 60, എനിക്ക് 60, അവൾക്ക് 60 ഇല്ലാതെ ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുണ്ട് ആടുന്ന്. ഇവിടെ ഇപ്പം 57 വയസ്സുള്ളവരാണ് ഉള്ളത്. ചെറുതിൽ 10 വയസ്സിനത്തെ ഉള്ളിൽ ഏട്ടന്മാരോടെ പോയിട്ട് നീന്തൽ പഠിച്ചാണ്. ഇല്ല, ഏട്ടന്മാർ ചാടുന്നില്ലേ വെള്ളത്തിൽ, അപ്പോൾ പിന്നെ നമുക്കും ചാടാന്നില്ലേ. അന്നേരം അവരെ കൂടെ ചാടിയാൽ പിന്നെ അവർ മുമ്പെല്ലാം പിടിക്കുമല്ലോ. അങ്ങനെ ചാടി പോയതാണ്. 10 വയസ്സിനുള്ളിൽ തന്നെ നീന്തൽ നിർത്തി, പഠിച്ചു അവിടെ നിർത്തി. പിന്നെ പുറത്തിറങ്ങാൻ അങ്ങനെ പോകാനൊന്നും വിട്ടില്ല. പിന്നെ 52ാമത്തെ വയസ്സിലാണ് വീണ്ടും തുടങ്ങിയത്. അത് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പഠിപ്പിക്കാൻ ഫസ്റ്റ് തുടങ്ങുമ്പം തന്നെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മാഷുണ്ട്, ജയം മാഷ് എന്ന് പറഞ്ഞാൽ. ആ മാഷ വീട്ടിൻ്റെ അടുത്തുള്ള കുളത്തിലാണ് ഞാൻ ആദ്യം പഠിപ്പിച്ചത്. അപ്പോൾ ആ മാഷ് പിന്നെ എന്നോട് പറഞ്ഞു, ജാനേച്ചി കുട്ടികളെ പഠിപ്പിക്കണ്ടേന്നോ, നീന്തൽ പഠിപ്പിക്കണ്ടേ? ഞാൻ പറഞ്ഞു വേണം, മാഷക്ക് വയ്യ. ജാനേച്ചി കുട്ടി വാ, ശനി ഞായർ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരെയും രണ്ടാളെയും, ഏട്ടൻ്റെ മോൻ്റെ കുട്ടിയും എൻ്റെ മോളെ കുട്ടീനെയും കൂട്ടിയിട്ട് പോയി. എന്നിട്ട് ഞാൻ മാഷോട് പറഞ്ഞു, മാഷിയുടെ നിൽക്ക്, ഞാനൊന്ന് വെള്ളത്തിൽ ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളത്തിലിറങ്ങി ചാടാനും നീന്താനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ മാഷോട് പറഞ്ഞു ഞാൻ പഠിപ്പിക്കാം, മാഷ് പോയിക്കൊന്നു പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം മാഷാന്ന് കാരണം, ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ കാരണം മാഷാന്ന്. അത് ആ 2 കുട്ടികളും പഠിപ്പിച്ചതിന് ശേഷം അവരമ്മമാർ പഠിക്കാൻ വന്നു. അമ്മമാരെയും പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ പരിസരത്ത് കുട്ടികളൊന്നും നീന്തൽ പഠിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഓരോ കുട്ടികളും അങ്ങനെ വന്ന് ആകുമ്പം പിന്നെ ശരിക്കും രാവിലെ 11 മണി മുതൽ 1 മണി വരെ സ്ത്രീകളും, വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ. ആദ്യം അവരെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ പറഞ്ഞ് അവരെ പട പിടിച്ചിട്ട് കാലടുപ്പിക്കും. അങ്ങനെ കാല് പൊന്താത്തോടെ അവരെ ഞാൻ സഹായിക്കും. അങ്ങനെ നല്ല സ്നേഹത്തോടെ, ദേഷ്യപ്പെട്ടിട്ട് അല്ല മുഖം കറുത്ത് പറഞ്ഞാൽ പിന്നെ അവർ ഒരു ദിവസം അല്ലാണ്ട് 2 ദിവസം വരില്ല. 2ാമത്തെ ദിവസം അവർ പറയും ഞാനില്ലാന്ന്. നല്ല സ്നേഹത്തോടെ പെരുമാറുക. സ്നേഹത്തോടെ പെരുമാറിയാൽ അവരെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ചെയ്യും. മാക്സിമം ഒരാഴ്ച കൊണ്ട് പഠിച്ചു പോവാം. അങ്ങനെ സ്ത്രീകളെല്ലാം വേഗം പഠിക്കും, ഫീസും കാര്യമൊന്നുമില്ല. പിന്നെ അവരിപ്പോൾ കുട്ടികളെല്ലാം നീന്തൽ പഠിക്കണമെന്ന് സ്കൂളിൽ തന്നെ ഉണ്ടല്ലോ. ഒരു പശുവേ ഉള്ളൂ ഇപ്പോൾ. കുറേ പശുക്കളുണ്ടായിനി, ഇപ്പോൾ ഒന്നിലൊതുക്കി. ഇതെല്ലാം കൊണ്ട് ആവണ്ടേ. അതിന് രാവിലെയും വൈകുന്നേരം പുല്ലരിയണം, അതിൻ്റെ പാല് കറന്നിട്ട് കൊടുക്കണം. നമ്മൾ ഇപ്പം സ്കൂൾ കുട്ടികളുടെ ടൈം ടേബിൾ മാതിരിയല്ല നമ്മളെ സമയം. അതങ്ങനെ ഓരോന്നോരോന്ന് സമയം രാത്രി കിടക്കുമ്പോഴേ ചിന്തിക്കും, ഓരോന്നോരോന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ആലോചിക്കും നാളത്തെ കാര്യം എന്തെല്ലാനാണ് ഏതെല്ലാനാണ്. പിന്നെ ആലോചിച്ചെടുത്ത് രാവിലെ എണീക്കുമ്പോൾ അതെല്ലാം മനസ്സിലൊരു ടൈം ടേബിളായി വന്നു. നമുക്ക് പിന്നെ അതുപോലെ അങ്ങ് പ്രവർത്തിക്കും. പിന്നെയാണ് ഈ 52ാമത്തെ വയസ്സിലാണ് എല്ലാം ചെയ്യാൻ തുടങ്ങിയത്. അന്ന് മുമ്പുള്ളവർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അങ്ങനെ പോയി നീന്തി ശീലിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ആൾക്കാർ പുറത്ത് പോയി അങ്ങ് പോയിക്കൂടെ ഇങ്ങ് പോയിക്കൂടെ എന്നുള്ള ഒരു ഇതല്ലേ. വീട്ടിലെ അച്ഛനമ്മമാർ പുറത്ത് ഇന്നത് അങ്ങനെയല്ലേ
ആടിയും പോയിക്കൂടാ ഇടിയും പോയിക്കൂടാന്നില്ല അന്യം അങ്ങനെയാന്ന്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ നീന്തലിന് വല്ല വെള്ളത്തിൽ പോയിക്കൂടാന്നുള്ള ഉണ്ടാവുക. പണ്ടുള്ളവർ നീന്തൽ പഠിച്ചിന്. പക്ഷെ ഇപ്പം കുറച്ചൊരു 40 കൊല്ലത്തിന് ഇപ്പുറത്തോട്ടുള്ളവരിൽ നീന്തൽ പഠിച്ചില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അവിടെ പഠിപ്പിക്കണ്ടല്ലോ ഈ 40 വയസ്സുള്ളവരല്ലോ. ഞാനിപ്പോൾ പുറലോകം അറിഞ്ഞത് ഇപ്പം ഈ നീന്തലൂടിയല്ലേ, വയസ്സാകുമ്പോൾ അറിഞ്ഞത്. ഇപ്പം നമ്മളെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലേ, എല്ലാത്തിനും പോകണം പഠിക്കണം ചെയ്യണം എന്നുള്ള കഴിവ് നമ്മൾ ചെയ്യുന്നില്ലേ. ഇപ്പം നമ്മളെ മക്കളിലെ തലമുറയിൽ ഇനി അത് നമ്മൾ വളർന്ന പോലെയല്ല, അവർ നന്നായി പഠിക്കണം, പുറത്ത് ഏടിയാന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടിടത്ത് അവരെ കഴിവ് തെളിയിക്കേണ്ടടുത്ത് പറഞ്ഞേക്കണം നമ്മൾ. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ അതന്നെ. വെള്ളത്തിൽ ചാടിയാൽ എന്തായാലും മനക്കെട്ടി വരും. ധൈര്യം, ഒരു വക ധൈര്യമെല്ലാം അവർക്ക് ഏതിലും മുന്നോട്ട് പോവാം. അതാ ഈ വെള്ളത്തിൽ ചാടുന്നത്. മേലെ തന്നെ ചാടണമെങ്കിൽ ധൈര്യമില്ലാണ്ട് ചാടാൻ കഴിയാ. വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് പൊന്തി നീന്തി വരണമെങ്കിൽ ധൈര്യമില്ലാണ്ട് നീന്താൻ പറ്റില്ല. വീണാൽ താഴോട്ട് പോവില്ല ചെയ്യാ. ധൈര്യമില്ലെങ്കിൽ നീന്തി വരാൻ പറ്റുമോ? അത് ഏറ്റവും ഇതാണ് ധൈര്യം അവരെ. അതിലാണ് ഞാൻ അവരെ അഭിമാനം. ഓരോ സ്ത്രീകളും വയസ്സൊന്നല്ല അവരെ ആ ചാടുന്ന ചാടം. അതാണ് നമ്മളെ ജീവൻ പോകുന്ന കാര്യമാണ് ഈ വെള്ളത്തിൽ ചാടുന്നത്. അപ്പോൾ പിന്നെ ആ വെള്ളത്തിൽ ചാടി നീന്തി വരുമ്പോൾ അവരെ സകല ധൈര്യം അവർക്ക് വീണ്ടും കിട്ടും. വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ വീണാൽ ആടെ നിലത്തുണ്ടാവും. അതല്ലല്ലോ വെള്ളത്തിൻ്റെ കാര്യം, പോയതല്ലേ. അപ്പോൾ അത് അവർ നീന്തിയ തുള്ളുകയെന്ന് പറഞ്ഞാൽ ധൈര്യമുള്ളത് തന്നെയാണ്. ഞാൻ ക്ലാസ് തുടങ്ങിയ പിന്നെയാണ്. അല്ലാതെ ആ കുളത്തിൽ ആരും തുടങ്ങുന്നതിന് മുന്നേ ആ കുളത്തിൽ പിന്നെ ആരും നീന്തിയില്ല. തുടങ്ങുമ്പോഴാണ് എല്ലാവരും വരാൻ തുടങ്ങിയത്. നമ്മളെ കുട്ടികൾ പഠിച്ചതിന് ശേഷമാണ് മറ്റുള്ളവർക്ക് പഠിക്കണം തോന്നിയത്. അത്ര വരെ ആർക്കും അങ്ങനത്തെ ഒരു ചിന്തയേ ഉണ്ടായില്ല. ഇനി കുട്ടികളെ ഇപ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കേണ്ടത് കുട്ടികളാണ്. വളർന്നു വരുമ്പോൾ ഓരോ സന്ദർഭത്തിലും വെള്ളത്തിൽ അകപ്പെട്ടു പോയാൽ എങ്ങനെ വേണം, നമ്മളെ കൂടെ കളിക്കുന്ന കുട്ടികളായാലും പോകുമ്പം എന്താണെന്ന് നോക്കണ്ടേ. അവർ മുങ്ങിത്താഴുന്നവരെ കൈ ഏത് ഭാഗത്താന്ന് നോക്കിയാൽ മതി. അവരെ പുറം ഭാഗം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈസിയായിട്ട് പുറത്ത് കൊണ്ടുവരാം. മുതുക് പിടിച്ചിട്ടോ മുടി പിടിച്ചിട്ടോ കൊണ്ടുവരാം. അവരെ കൈ നമ്മളെ ദേഹത്ത് തട്ടിപ്പോയാലും അവരെ മരണപ്പെടുത്തം പിടിക്കും. പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് എടുത്ത് കൊണ്ടുവരുമ്പോൾ വലിയ വെയിറ്റൊന്നും ഉണ്ടാവില്ല. മേലെ വന്ന് പൊന്തിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഇതുണ്ടാവില്ല. അത് അവർ കൈയൊന്നും നമ്മളെ പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കൊണ്ടുവരാം. നമ്മൾ പഠിപ്പിക്കാൻ ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ ഏറ്റെടുക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ യാതൊന്നും പ്രതീക്ഷിക്കരുത്. ആ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് എൻ്റെ വിജയം. അതാണ് അതാ ചെയ്യേണ്ടത്. നമ്മൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാണ്ട് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കുക. പിന്നെ അവരെ കഴിവാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കഴിവ് അവരുതാണ്, എൻ്റെതല്ല. ഞാൻ സപ്പോർട്ട് ചെയ്യാം. പേടിക്കാണ്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ട സപ്പോർട്ട് ചെയ്യുന്നത് മാത്രം. കഴിവ് പഠിക്കുന്നത് അവരെ കഴിവാണ്. ആ രീതിയിൽ തന്നെ മാറ്റം. എല്ലാവരും നീന്തൽ പഠിക്കുക എന്നുള്ളത് ഈ ഭാഗത്തുള്ളവരും കുറേ ആൾക്കാരെല്ലാം പഠിച്ചിട്ടുണ്ട്. പഠിക്കാത്തവരിപ്പോൾ ഇവിടെ വന്ന് പഠിച്ചു പോയി. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴെങ്കിലും പഠിക്കാൻ കഴിഞ്ഞല്ലോ എന്നല്ലേ, സ്ത്രീകളായാലും കുട്ടികളായാലും. അപ്പോൾ അത് വലിയൊരു സന്തോഷമല്ലേ അവരിലും എനക്കും, രണ്ടു കൂട്ടർക്കും.